അങ്ങനെ നമ്മൾ രാവിലെ കട തുറക്കാൻ പോവുകയാണ്. നടന്ന് പോയിട്ട് ഇതാണ് വരുന്ന, കല്ലറിയുന്ന പോലെ ഇതാണ് എൻ്റെ കട ഷോപ്പ്. സ്കൂൾ തുറന്ന് 9 മണിയായില്ലേ, സ്കൂൾ തുറന്നിട്ട് ഇതൊന്ന് നമ്മൾ വളരെ രണ്ടും തുറന്ന്, പിന്നെ മുകളിൽ തുറക്കാറുണ്ട്. ഈ ഡോറിനെ എടുത്ത് മുകളിൽ കൊണ്ടുപോകണം. അതിൻ്റെ അവിടെ തുറന്നിട്ട് വരാം. ബാ അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെയാണ് ഇവിടെ വരണം. ഡോറ് താഴെ ഇരിപ്പുണ്ട്, അടുത്ത് വയ്ക്കണം. പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇത് തുറന്ന് വയ്ക്കണം, ചൂടാണ്. അതുകൊണ്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഇത് തുറന്നിട്ട് കണ്ടോ. ഇതാണ് സ്കൂൾ വരുന്നത്. കുറച്ച് ഡോറ് ഉള്ളൂ. പിന്നെ അത് സ്റ്റോക്ക് ഇറക്കണം. ഡോർ ഇറക്കണമല്ലോ. ഇതോടെ വെച്ചിട്ട് ഡോറെടുത്ത് വെച്ചിട്ട് കാണാം. അങ്ങനെ 4 ഡോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാസത്തെ അവസാനത്തെ ഇത്. അത് കഴിഞ്ഞ് ഇത് വിറ്റ് പോകുമ്പോൾ അടുത്ത് പുതിയത് ഇറങ്ങും. ഇത് കുട്ടികളുടെ ഗ്ലൗസ്. ഓക്കെ, ഇന്ന് പണിയൊന്നുമില്ല, ചുമ്മാ ഇരിക്കണം. അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ പോകണം, ടാലി പഠിക്കാൻ പോകണം. ജിടെക്കിലാണ്. അപ്പോഴത് നമുക്കൊന്ന് നോക്കിയിട്ട്. ഓക്കെ, നമ്മൾ ഡോറൊക്കെ എടുത്ത് വെച്ച് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചുമ്മാ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്ക് പരിപാടി ചുമ്മാ ഇരുന്ന്. അപ്പോൾ അവന് വർക്കില്ല. അനിയനെ പാസ്പോർട്ട് എടുക്കാൻ പോകണം. അതുകൊണ്ട് അവന് പോയി. അച്ഛൻ അവനായിട്ട് പോയി. ഇനി വേറെ ഇതുള്ളത് എനിക്ക് ഉച്ചയാവാൻ ടാലി പഠിക്കാൻ പോകണം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇന്ന് ഉള്ളത്. ഇനി പറയാൻ പറ്റില്ല ഇനി എന്തൊക്കെ നടക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇവിടെ കഴിക്കാനായിട്ട് ഞാൻ ചിപ്സ് ഒരു ബിങ്കോയുണ്ട്. ഇതാണ് പൊളി. പിന്നെ പാട്ടിടാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് അങ്ങ് എടുക്കുക. സ്വിച്ച് എടുത്ത് ചെറിയ ലൂസ് കണക്ഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഓഫാക്കിയിട്ട് ഈർക്കിൽ തള്ളി കയറ്റിയിട്ട് ഓണാക്ക്. ഓക്കെ, എന്നാൽ കണ്ണാടി കാണാൻ പറ്റും ഇത്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറൊക്കെ വന്നിട്ട് ഈ ഫാൻ അടിച്ചു പോയി ഗൈസ്. എന്നാലും അടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുകളിലിരുന്ന ഫാനാണ്. അപ്പോൾ ഇത് മുകളിലിരുന്നതുകൊണ്ട് കരാട്ടയ്ക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് മാച്ച് അങ്ങോട്ട് തള്ളി നിൽക്കട്ടെ. ഓക്കെ, ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഫോണാണ് പാട്ടിട്ടുന്നത്, അതുകൊണ്ട് ഇടാൻ പറ്റില്ല. ഇതൊന്ന് അവിടെ 2 കണ്ട. അങ്ങനെയാണ്. കറണ്ട് പോയി കണ്ട. അല്ലെങ്കിൽ പച്ച കത്തില് കത്ത് വരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം പോകുന്നു, വണ്ടികളെല്ലാം പോകുന്നു. ഫാനിടാൻ വെച്ചാൽ കറണ്ടും പോയി. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് ചിപ്സ് തിന്നെ ഇന്നലെ വാങ്ങിച്ചാണ്. അത് ഞാൻ കഴിച്ചിട്ട് കറണ്ടോ ഫാനിടാനായിട്ട് കുത്തുക. അവിടെ സ്വിച്ച് ഇട്ടില്ല ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ചാടി സ്വിച്ചിട്ട് എന്തോട്ട് ഫാൻ ഇറങ്ങില്ല. ഫാൻ കറങ്ങി പിന്നെ ഇങ്ങനെ തിരിച്ച് വയ്ക്കാം. ഓക്കെ, നീ ഇങ്ങനെ കറങ്ങണടാ. കറങ്ങാതെ തിരി. ഓക്കെ, മതി. പേപ്പറൊക്കെ പറന്ന് വരും. നമുക്ക് ഇങ്ങനെ തിരിച്ചഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും. കണ്ട, ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അത് കാക്കയാണെങ്കിൽ തനി കറങ്ങും. പൊക്കി വെച്ചിട്ട് തിരിക്കുകയാണെങ്കിൽ ആ വാക്കിലങ്ങ് പോകും. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
ഒരു ഗൈസ് അത് വിൻഡോ പൊട്ടിച്ച് നോക്കാം. ഓ ഹാൻഡിലടിച്ച് കൈ മുട്ടില്ല. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫേസ് കാണാൻ പറ്റും. കംപ്ലീറ്റ് പൊട്ടിച്ച് നോക്കാം അല്ലേ? ഇതാണ് ഫേസ്. ഒറ്റയ്ക്കായിട്ട് പൊട്ടിക്കാൻ പാടാണ്. കടിച്ച് പൊട്ടിച്ചല്ല പൊട്ടിട്ടുണ്ടോ? ഓക്കെ, നല്ല മണമാണ് ഗൈസ്. കളിച്ച് കഴിച്ചത് കൊറിയൻ്റെ US സ്പൈസി കണ്ട US സ്പൈസി സാധനമാണ്. എന്തിനാണെന്ന് വലിയ സൈസൊന്നും കാണില്ല. എന്തിനാ ഞാൻ പറഞ്ഞൊന്ന് കഴിച്ചു നോക്കി. വലിയ സൈസൊന്നുമില്ല. പൊട്ടിച്ചതിന് ശേഷം ഓക്കെ വലിയ പീസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എടുക്കുന്നു. ഓ തൊണ്ട കയറി പിടിച്ച് എരിയുണ്ട്. അങ്ങനെ ഇരിക്കാം. ഒരു 12 മണി ഈ ഇരിപ്പാണ്. നമുക്ക് സ്റ്റോക്ക് മാർക്ക് ഒന്ന് കയറി തരാം. വരുമാനം വളരെ മോശമാണ്. വരുമാനമല്ല, അവസ്ഥ വളരെ മോശമാണ്. എന്തൊരു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മോളിൽ കയറിയാൽ ലൈൻ ടച്ച് ചെയ്താൽ മതി. 12 തൊട്ടാൽ മതി. 12 അതിൻ്റെ മുകളിൽ. നിങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത് 16-21 രൂപയൊക്കെ അടിച്ചുണ്ടാക്കുന്നതാണ്. ഈ താന്ന് പോകാതെ സൂക്ഷിക്കുക എന്നതും എൻ്റെ കടമയാണ്. ക്യാമറ ഓക്കെ. അപ്പോൾ എന്താ 12 കഴിഞ്ഞ് 13:70 ഇരിക്കുന്നു ഗൈസ്. എൻ്റെ ലൈൻ പൊങ്ങട്ടെ. അത് തന്നെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ വിൽക്കുക. വിറ്റ് ഉള്ള പൈസ ഒക്കെ എടുത്ത് 20 രൂപ എക്സിറ്റ് ആള് നല്ല കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തോ പറയാനാ. ഇതാണ് അടുത്ത വിഷയം. അയ്യോ ഓ ഗൈസ് ഒന്നും പറ്റുന്നില്ല ഗൈസ്. അയ്യോ സാധനം എക്സിറ്റ് ആള് കൊടുത്താൽ എക്സിറ്റ് ആള് പോവില്ല. ഇത് നീ എനിക്ക് നഷ്ടപ്പെടണ വരെ ഇങ്ങനെ നിൽക്കും. ചതിക്കുന്നു ഗൈസ്. ഇതാണ് പ്രശ്നം. എന്താ പറയാനാണ്. 22 രൂപ പ്രോഫിറ്റ്. നെല്ല് നോക്കിയിട്ട് പോവാം. വീണ്ടും കുതിക്കുന്നു. 40, 15, 40. നേരത്തെ 50, 60 എന്തോ പോയതാണ്. ഇപ്പം 30 താന്നുകൊണ്ടിരിക്കുന്നു. കിട്ടണ ചങ്ങ വിൽക്കാൻ സാറേ. എത്ര രൂപ കിട്ടിയാൽ എന്താ? 21.60 പ്രോഫിറ്റ്. ഇന്നത്തെ പ്രോഫിറ്റ് ഗൈസ്. വീട്ടിൽ പോകുന്നു ഗൈസ്. നമുക്കിനി വീട്ടിൽ ഇതാണ് സ്കൂളിൻ്റെ ബാക്ക്. ഓക്കെ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് താക്കോൽ വെച്ച് കയറാം. ഒരു പട്ടി വന്നു. ഇത് പട്ടം നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഒരു TV. ഇതിൻ്റെയാണ് സാധനം. LCD TV ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ കാണിച്ചു തരാം ഗൈസ്. നോക്കൂ, നോർപ്പണേ വരൂ. ഭയങ്കര ലാഗാണ്. ഓക്കെ, ശ്രീമുരുക ഒരു പാട്ടുകളാണ്. ഓക്കെ, ലൈബ്രറി സബ്സ്ക്രൈബേഴ്സ്. അതിൽ അമലും കെ എന്ന ചാനൽ വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതാണ് എൻ്റെ ചാനൽ. ഇതുവരെ ഇപ്പോൾ കർണാടക അതാണ് ലാസ്റ്റ് വീഡിയോ കിടക്കുന്നത്. അതേപോലെ ഒരുപാട് വീഡിയോകൾ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം കുറവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമുക്കിന്ന് ചോറ് കഴിച്ച് റെഡിയായിക്കൊണ്ട് 1 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മൾ നാളെ ഒന്നേ കാലിന് കുഴപ്പമില്ല, നമ്മൾ അപ്പോഴും ഇറങ്ങുന്നതായിരിക്കും.
അമ്മീ ഓക്കെ അടച്ചിട്ട് നമുക്കിനി ചീത്തക്കിലോട്ട് പോകാം. ഉച്ചയായി, ഇപ്പോൾ സമയം 1 മണി 2:30 ആയി. നമുക്ക് ചീത്തക്കിലോട്ട് പോകാം. അവിടെ പോയി നടത്താം. അപ്പോൾ നോക്ക് കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഹൈവേ വരുന്നത്. അങ്ങോട്ട് കന്യാകുമാരി, ഇങ്ങോട്ട് തിരുവനന്തപുരം, അങ്ങോട്ട് അവിടെ കാസർഗോഡ് വരെ. NH-66 ഇവിടെ എൻ്റെ അവിടെ വരാം. അപ്പോൾ നമുക്ക് നേരെ പുറം നെയ്യാറ്റിൻകരയാണ്. നോക്കൂ, നമ്മൾ ഇവിടെ തന്നെയാണ്. ഇത് ഒത്തമായില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ സമയം തീരാറായി, 5:42. അതുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, നേരത്തെ ഇതൊക്കെ ചെയ്തു, ഇതേപോലെ കുറേ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ട്രൈ നോക്കിയതാണ്. എന്താണ് വേണ്ട, ഇതേപോലെ ചെയ്ത് തരണം. ഇത്രയേ ഉള്ളൂ, ഇത്രയും വരും. ഇതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അതേപോലെ അടിച്ച് വെച്ചിരിക്കുന്നത്. ബാക്കി നാളെ ഈ കമ്പ്യൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ബാക്കി ഇതേപോലെ ഒരുപാട് കമ്പ്യൂട്ടറുണ്ട്. സ്ഥലമാണിത്, കണ്ട ഇങ്ങനെല്ലാം ഉണ്ട്. ഇത് വന്നിട്ട് എന്താണെന്ന് എനിക്ക് പറഞ്ഞോടെ ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിക്കണമെങ്കിൽ അതുപോലെ ചെയ്യണം. ഓക്കെ, നമ്മളവിടെ നിറങ്ങുമ്പം ചെരുപ്പുണ്ട്, സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. വേറെ നല്ല അവിടെ പോയി ഒപ്പിടണം, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ കാണിച്ചുതരാം. ഗൈസ്, കോൺവെൻറ്റ് റോഡ് ഇതാണ്. ചീറ്റൊക്കെ പറഞ്ഞത് എവിടെയാണ് പഠിക്കാൻ വന്നത്. ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകണം. ആടിക്കണ വണ്ടി. ഓക്കെ, ഇതാണ് ചീറ്റക്ക്. ഇത് കോൺവെൻറ്റ്, നെയ്യാറ്റിൻകര കോൺവെൻറ്റ് റോഡാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോൺവെൻറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ കോൺവെൻറ്റ് സ്കൂൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഈ വഴി നേരെ പോയ കാട്ടാക്കട തിരുവനന്തപുരം പോകണ റോഡ് കയറാം. ഏകദേശം ഇങ്ങോട്ടുണ്ട് പോകണമെങ്കിൽ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയും പൂവാർ പോകണ റോഡ് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ വഴി നേരെ പോയ പൂവാർ, ഇങ്ങോട്ട് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് ഈ വഴി തന്നെ വന്നത്. അടുത്ത് അവിടെ ശിവ ക്ഷേത്രമുണ്ട്, എന്താ അത് കഴിഞ്ഞ് അകത്ത് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ആ വഴി അവിടെ ജംഗ്ഷനിൽ ഇറങ്ങാം. അല്ലാതെ ഈ വഴി സ്കൂട്ടർ വരുന്നുണ്ട്, ആ വഴി നമുക്ക് വരാം. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുമ്പോൾ. മഴ സമയമാണ്. മഴയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോണ വഴിക്ക് മഴ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ വണ്ടി ലൈനൊക്കെ ഒത്തിരി ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മൾ ഓലക്കാണി എത്താറായി. ഇതാണ് പരേര ജംഗ്ഷൻ. എൻ്റെ വണ്ടി താണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഴ ചെറുതായിട്ട് ഉറച്ച് ചെയ്യാണ്. നല്ല ശക്തമായല്ല, പക്ഷേ ഇതേപോലെ തുള്ളിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഞാനേ കുറച്ചങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ. അതായത് വണ്ടി എടുത്ത് ഇറങ്ങി ആ അവസ്ഥയായി. ഇപ്പം മഴ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പോകാൻ ഒരു വഴിയില്ല, നല്ല മഴ. സത്യം പറഞ്ഞാൽ ക്യാമറയൊന്നും കാണാൻ എനിക്ക് മഴ നല്ല കാര്യമായിട്ട് പോകുന്നു. എന്തായാലും എത്രയും നേരം എന്തായാലും ഈ ഫുള്ള് നേരമില്ലേ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോവാം. ഞാൻ ഫോണിനകത്ത് വയ്ക്കും, എന്നിട്ട് ഇത് വണ്ടിക്കകത്ത് വയ്ക്കും, എന്നിട്ട് വണ്ടിയും കൊണ്ട് നമുക്ക് പോവാം. അങ്ങനെ കൂട്ടുകാരെ, ഞാൻ എൻ്റെ കടയിൽ തന്നെ എത്തി. ഇതാകത്ത് അമ്മയത്തിന് ഇരിപ്പുണ്ട്. വെളിയിൽ മഴ ഇപ്പോഴും തുറന്നിട്ടില്ല. പക്ഷേ വീട്ടിൽ പോകണം. എന്നായിരുന്നില്ലേ, വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറാം. കൂട്ടുകാരെ, ക്യാമറ ബ്ലറായിരിക്കും എല്ലാം കൊടുത്ത് അവസാനം ഇവിടെ എത്തി. പക്ഷേ മഴ എപ്പോഴും തുറന്നിട്ടില്ല. കാണാൻ വന്നെന്ന് പറഞ്ഞുകൂടെ ഭയങ്കര ഉരുട്ട്. അങ്ങനെ ചെടിയിലേക്ക് തെറിപ്പിച്ച് അടിച്ച് പറത്തിയെടുത്തിട്ട് വന്ന് ഊന്നി ഇങ്ങോട്ടാ പോകണ്ടേ. കേസ് നമുക്ക് ഇനി അടുത്ത് വീണ്ടും പോകാനുണ്ട്. അത് വന്നിട്ട് മഴയാണ്, കണ്ടല്ലോ മഴയാണ്. പക്ഷേ നമുക്ക് വണ്ടിയിലാണ് പോകാനുള്ളത്. ഓ ഗൈസ്, എൻ്റെ കണ്ണാടി എടുക്കാൻ മറന്നത് കേട്ടോ. എൻ്റെ കണ്ണാടി ഒന്ന് എടുക്കട്ടെ. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണാടി ഇല്ലാതെ ശരിയാവത്തില്ല. ഓ ഇങ്ങനെയുണ്ട്. ഇത് മഴ ഇരുട്ടി. രാത്രി ഇപ്പം സമയം
ഇരുട്ടിന്ന് പറഞ്ഞാൽ 6 മണി ആയിട്ടേ ഉള്ളൂ. ഓക്കെ, കാരണം ചെയ്തു അകത്ത് കയറുന്നു. ഫുൾ ഇരുട്ടായത് കൊണ്ട് തന്നെ ഓക്കെ, ഇരുട്ടായത് തന്നെ ക്യാമറ അല്പം ഡള്ളാണ്. നമുക്ക് വെട്ട അടിച്ച് കാണിക്കാം. കണ്ട എത്രയും ഇരുട്ടി. അപ്പോൾ നമ്മൾ പോകണമെന്തിനാ എന്തായാലും നമ്മൾ കടയിലിട്ടാണ് പോകുന്നത്. സാധനം എടുക്കാണ്ട് പോവുകയാണ് ഗൈസ്. വട്ടം കാണാൻ പറ്റുമോ? ഓക്കെ, ഇതാവുന്നില്ല. കൊള്ളാം. ഞാൻ വിചാരിച്ചേ കൊള്ളു തന്നു. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കടയിലോട്ടാണ്. കടയിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാറ്റലോഗ് കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കടയിൽ പോയിട്ട് നമുക്ക് കാണാം. ആദ്യം നമ്മൾ എൻ്റെ ഷോപ്പിൽ കഴിഞ്ഞിട്ട് നമ്മൾ കേരള വാങ്ങാനുള്ള ഷോപ്പിലും പോയിട്ട് കാണാം. വണ്ടി സ്റ്റാർട്ടാകുന്നില്ലല്ലോ. ഇത് എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കും, പക്ഷേ സാധനമില്ല. എൻ്റെ കാർ വണ്ടി വന്നിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇരിക്കട്ടെ. ഗിയറിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ ആട്ടോ ലോക്കാം. ജസ്റ്റ് ഒന്ന് AC ഇട്ട് ഓണാക്കി വെച്ചിട്ട്, അതായത് ഫുള്ളല്ല, ഓണാക്കി വെച്ചിട്ട് ഓറടക്കാതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പോയി ഒന്ന് തോന്നിട്ട് വരാം. അയ്യോ, ഇതാണ് കഷ്ടപ്പെട്ട് മഴ ഫോണ് നനി എന്നിട്ട് ഇതിനെ അടയ്ക്കണം. എന്നിട്ട് ഇതിനെ ഇതിനെ തുറന്നിടുമ്പോഴത്തേക്കും വല എന്നിട്ട് അച്ഛേ ഗ്യാരടിച്ചോണേ അതാണ് വണ്ടി. വണ്ടിക്കകത്ത് പോകുന്നു. കയറി പോകുമ്പോഴത്തേക്കും അടയ്ക്കൂ. നമുക്ക് പോവാം ഗൈസ്. ഇനി പോയിട്ട് കാണാം. വണ്ടി ഓട്ടിങ് അതൊന്നും നമ്മൾ പാടില്ല എന്ന് നമ്മുടെ ഡ്രൈവർ മീഡിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അതെടുക്കുന്നില്ല. ശരി എന്നാൽ ഇനി കടയിൽ പോയിട്ട് കാണാം. ബൈ. നമ്മൾ കടയിലെത്തി. അവരെല്ലാം കടയൊക്കെ അടച്ച് ഇറങ്ങി. അമ്മ വണ്ടി കൊണ്ടുപോകായിരിക്കും. അതാ അച്ഛനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് കടയിൽ, ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവിടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാ വണ്ടി കത്തിരിക്കുന്നു. വേറൊന്നുമില്ല, അതിങ്ങനെ വയ്ക്കാം. ചേട്ടാ കൊള്ളാല്ലേ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം വരുന്നത്. ഒരു കാറൊക്കെ അതാ പോകുന്നു. സ്കോർപ്പിയോ വനീൻ്റെ അകത്തിട്ട് കയറ്റി വളയ്ക്കാനാണുള്ളത്. അതിനുള്ള മറുപടി തന്നെ അല്ലാണ്ട. നല്ല പുറത്ത് നല്ല മഴയാണ്, പക്ഷെ അത്ര വലിയ മഴയില്ല. എന്നാലും മഴയാണ്. നനച്ച് കുളിപ്പിക്കാനുള്ള മഴയൊക്കെ അതിലുണ്ട്. അങ്ങനെ ഇത് മനസ്സിലായില്ല ജനിഷൻ. അവിടെ അറിയാന്നുള്ളവർക്കൊക്കെ അറിയാം ജനിഷൻ ഏതാണെന്നും. ഇത് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. ഇതെന്താ ഫോക്കസ് അങ്ങ് പോകില്ലേ. ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. ദൂരെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോക്കസ് ചെയ്യുന്നത് നല്ല ഗ്ലാസ് ഫോക്കസ് കൊള്ളാല്ലേ. എന്ത് വെള്ളമില്ല. ഇത് എവിടെയാണെങ്കിൽ വല്ല ഒഴിവ്, അതുകൊണ്ട് പിന്നെ ഫോക്കസും ഇല്ല, ഒന്നുമില്ല. വണ്ടികൾ പോകുന്നു, വണ്ടികൾ കിടക്കുന്നു. ഇതാ വണ്ടി നോക്കാം. ഓക്കെ എന്നപ്പോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഷോപ്പിലെത്തി. ഇതാണ് കാറ്റലോഗ് കാണിച്ചത്. കാറ്റലോഗ് വരുന്നത് ഇത്രയും സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ബ്രാൻഡാണ്. ഇത് ലെതർ ഫിനിഷ് വരുന്നുണ്ട്. ലെതർ ഫിനിഷ് എന്ന് വെച്ചാൽ എന്താ തുടങ്ങുമ്പോൾ ലെതർ പോലെ തോന്നുന്ന ഫിനിഷാണ്. ലെതർ ഫിനിഷ് ഷീറ്റുകൾ, പിന്നെ ടെസ്റ്റർ ഷീറ്റാണ്. അതേപോലെ കളർ, പിന്നെ മാർബിള്, പിന്നെ ഇത് മാറ്റും അല്ല ലക്ഷറീസ് കാറ്റഗറി പെടുന്ന പേരുണ്ട്. വേണ്ട അവർ ബ്രാൻഡ് സുസുക്കി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പേര് കൊടുക്കുന്നതാണ്. ഇതിൽ ഗ്ലോസിയും വരുന്നുണ്ട്, മാറ്റും വരുന്നുണ്ട്. കൂടി വരുന്ന മിനുക്ക് ഷെയ്ഡ് ഉള്ളതുകൊണ്ട്, മിനുക്കില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ടെസ്റ്റർ. പിന്നെ ഇത് ഫാബ്രിക് ടൈപ്പ്, പക്ഷേ പുറമെ പ്ലെയിൻ ആയിട്ട് മാറ്റ് ഫിനിഷ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വുഡാണ്, വുഡിൻ്റെ സീരീസ് 1, 2 ക്യാമറ. ഓക്കെ ഉണ്ടോ വുഡിൻ്റെ സീരീസ് ഇതൊക്കെയാണ് പറഞ്ഞത്. നേരത്തെ തോന്നിട്ടിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എടുക്കുമായിരുന്നുണ്ടോ. അതേപോലെ മീനിങ്ങും ഇതൊക്കെ അങ്ങനത്തെ ഇതാണ് ഈ ഷീറ്റ് ലക്ഷറിയിൽ പറഞ്ഞത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മളെല്ലാം ചെയ്തു തരുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ ടെക്സ്ചർ വരുന്നതാണ്. ഇത് ടെസ്റ്റോറിയോ മാർബിൾ തിളങ്ങും. മാർബിൾ പോലെ ഇരിക്കും. വൈറ്റ് ഉണ്ട്, അതേപോലത്തെയൊക്കെ ഉണ്ട്.
ചുവരിലൊട്ടിക്കാം, അലമാരുണ്ടൊക്കെ പൊട്ടിക്കാം, എല്ലാം ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ടി വി സ്റ്റാൻഡ്, അലമാര, കിച്ചൺ, എല്ലാം ചെയ്യാം. നമുക്ക് നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വുഡ് ആൻഡ് ടെക്സ്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതും അതിൽ തന്നെ പെടുന്നത്. ഓപ്ഷൻ ഫുഡ് അവിടെ കാറ്റഗറി. ഇതൊക്കെ പി സി ഒക്കെ അടുത്തിന് മാഗ്നിഫൈഡ് മാഗ്നറ്റിൽ ഇതിൽ മെറ്റാലിക്കാണ്. മിൽക്ക് ഷീറ്റ് തിളങ്ങും. അതിൻ്റെ പുറത്ത് ഗ്ലാസ് ഫിനിഷ് വരുന്നുണ്ട്. കണ്ട ഗ്ലാസ് ഫിനിഷ് വരുന്നുണ്ട്. ഫുൾ ടീം എൻ്റെ കൈ ഫറ്റ് ഉണ്ട് അതേപോലെ. അപ്പോൾ ഇതിലുണ്ട് മിനിക്ക് പോലെ പർപ്പിൾ കളറ്, ഗ്രേ കളറ്, 2 ടൈപ്പ് ഗ്രേ. അടുത്ത് പിന്നെ ഇത് നല്ല കൊള്ളാം, അത് മിനിക്ക് കളറ്. അതായത് റെഡ് കൊള്ളാം, അതായത് ബ്രൗൺ, എന്താണ് എൻ്റെ പേര്, കോപ്പർ കളർ. അടുത്ത എക്സോട്ടിക് ബ്രൗൺസ്, അതായത് ചെമ്പ്, ആ കളറ് എല്ലാമേ ഇருக்கு. അപ്പോൾ അതേപോലെ തന്നെ സ്പാർക്ക്ലെസ് അതിൻ്റെ വേറെ, അതായത് അവിടെ ഒരു സിൽവർ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിൽവർ അല്ല, ആ കളറിൻ്റെ ചുവപ്പാണെങ്കിൽ ചുവപ്പിൻ്റെ തന്നെ മിനിക്ക്. ഇതാണെങ്കിൽ ഇവിടെ റെയിൻബോ കളറിന് ഉണ്ടോ, ബ്ലാക്കിലി, യെല്ലോലി, ഇല്ല ബ്ലൂ, ഇത് ഗ്രേ. ഓക്കെ, ഇത് ഗ്രേ ആണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ഇത് തോന്നുന്നു ഏത് ബ്ലൂ. ഇത് സിൽവറിൻ്റെ ഓഫ് വൈറ്റ് അങ്ങനെ മിനുക്ക് ഇതേപോലെ മിനുങ്ങും ഇങ്ങനെയുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഗോൾഡ് ഉണ്ട്, ബിസ്ക്കറ്റിൻ്റെ കളറുണ്ട്, പിസ്തയുടെ കളറുണ്ട്, ഇതെന്താ കോഫിയുടെ കളറുണ്ട്. ക്യാമറ നിങ്ങൾ നോക്കണ്ട, നേരിട്ട് കാണാൻ കൊള്ള സെറ്റായിരിക്കും. അതേപോലെ തന്നെ ഗ്രേപ്സ് റെഡ്, അങ്ങനെ. പിന്നെ അടുത്ത് പറഞ്ഞത് സോളിഡ്, അതായത് ഒറ്റ കളർ. ഇതിൽ പിന്നെ വേറെ ഒന്നുമില്ല. ഇത് ഇതാണ്. അപ്പോൾ ഒറ്റ കളറാണ് പറഞ്ഞത്, അല്ല വൈറ്റ് സോളിഡ് കളേഴ്സ്. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ, അതായത് തൊടുമ്പം എന്ത് സുഖം ദിവസം ഈ ടൈപ്പ് സാധനമാണ്. അതായത് ഗ്ലോസി അല്ല, ഇത് മാറ്റും അല്ല, പക്ഷേ തൊടുമ്പം ബട്ടർ സോഫ്റ്റ് മെറ്റീരിയൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ട തൊടുമ്പഴി ആ ഒരു വെച്ചത് തുണിയും അല്ല, ഇത് തന്നെയാണ് സംഭവം. ഹാർഡാണ്, പക്ഷേ തൊടുമ്പഴി നല്ല സുഖം. ഇതാണെങ്കിൽ ഗ്ലോസി ടൈപ്പ് തിളങ്ങും. തിളക്കാൻ വേണ്ടിയിട്ട് എന്ന് കാണിക്കാൻ വേണ്ട, കൈ കാണാൻ പറ്റണം. അതിൽ ലെയറിലാണ് ഷീറ്റിൽ, മനസ്സിലായ ഉദ്ദേശിച്ചത്. ഇതങ്ങനത്തെ അല്ല, അത്രേ ഉള്ളൂ. അതോടെ ഈ ഷീറ്റ് ഇതൊന്ന് തീരും. ഇത് കമ്പനിക്കാർ, വേറെ നിങ്ങൾ നോക്കണ്ട, മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ്. സൂപ്പർ സാധനമാണ്. ഓക്കെ, ഇത് കണ്ട, ഇത് ലെതർ ആദ്യമേ കാണിച്ചാൽ കണ്ട ലെതർ ഇങ്ങനെ കണ്ട. എന്നുവെച്ചാൽ കുഴിയെന്ന് വെച്ചാൽ കുഴിയാണ്, അതായത് പടമല്ല, അത് കുഴിയാണ്. തൊടുമ്പോൾ നല്ല സൂപ്പർ സാധനം, അടിപൊളി. കളിക്കാൻ തോന്നും. ഇതും അത് എത്തിയത് തന്നെ 3 കളർ അവൈലബിൾ ആണ്. ഇതേപോലെ കലമാരം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ മാർബിൾ, ഇതും ടെസ്റ്ററാണ്. ഇവിടെ ഫോക്കസ് ചെയ്യണ്ട, അതുപോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ആണ് ഇത് ഷീറ്റിൻ്റെ ഒക്കെ. പിന്നെ ഇത് മാർബിൾ താരുമ്പോൾ പറഞ്ഞല്ല, ഇതും ഗ്ലോസി ടൈപ്പാണ്. തിളങ്ങും. എൻ്റെ കൈയാണ് കണ്ട, കൈയൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പാണ് ഇത്, മാർബിൾ ടൈപ്പ്. അതാണ്. പിന്നെ ഇത് നമ്മൾ കാണിച്ചാണ്, ഇതൊക്കെ മാറ്റാണ്, സോഫ്റ്റ് ടച്ച് പോലെ തന്നെയാണ് ഫാബ്രിക് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഫ്രം ദ കാർ. അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വണ്ടികളെല്ലാം പോകുന്നു. നമുക്ക് ഇറങ്ങിയിട്ടൊന്ന് വരാം. ഇപ്പോൾ എന്നെ ഇങ്ങനെ കാണാൻ പറഞ്ഞുള്ള ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഇപ്പോൾ വെയിറ്റ് ഉണ്ട്, സാധനത്തിന് വെയിറ്റ് ഉണ്ട്, പക്ഷേ വെളിയിൽ ഇറങ്ങിയ നനയും ഗൈസ്, അതാണ് പ്രശ്നം. അപ്പോൾ ഇനി ഇറങ്ങണ്ടെന്ന് വിചാരിക്കാം. വേറെ ഒരു ബ്രാൻഡിൻ്റെ, അതായത് അലുവാളിൻ്റെ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതും അതേപോലെ തന്നെ സോളിഡ് കളേഴ്സൊക്കെ. ഇതും എനിക്ക് മെറ്റാലിക്കിൽ വരുന്നത് സോളിഡ് വൈറ്റ് ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഇതേപോലെയൊക്കെ ഷീറ്റൊക്കെ നോക്കണം, അവൈലബിളാണ്. ഉണ്ടല്ലോ സെയിം. പിന്നെ വുഡ് എല്ലാം ഉണ്ട്, മറിക്കാനാണ് പാട്. ഓക്കെ, ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കണ്ട, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് സുഖമായിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് മാർബിളിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും കണ്ടോ, ഇതും ഗ്ലോസിയാണ്, കൈ വെച്ചാൽ കാണാൻ പറ്റും. കണ്ടില്ല, തിളങ്ങും. അങ്ങനത്തെ ടൈപ്പാണ്. ഇവിടെ ഇതിലിങ്ങനെ വരും. ഇത് മിനുക്ക് കണ്ട, വെള്ളം കിടന്ന് മിനുങ്ങ് അങ്ങനത്തെ. അതോടെ ഇത് തീരും. ഇത്രയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് പുറത്തു വിടാം. ഇതേപോലെ പുറത്ത് നമുക്ക് ഈ ഷീറ്റൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഷീറ്റിൻ്റെയൊക്കെ ഒരു വലിയ ഗുണം. ഇത് അലുവാളാണ്. അലുമിനിയം കമ്പോസർ പാനൽസ്, ACP എന്നറിയപ്പെടുന്നു. പക്ഷേ ഇത് പറഞ്ഞത് PVC ഷീറ്റ്സാണ്. 3 PVC HPL ഷീറ്റ്സ്. രണ്ടും സൂപ്പർ സാധനങ്ങളാണ്. അവിടെ കിടന്ന് അവിടെ കിടക്കും, പെട്ടെന്ന് ചീത്തയായി പോകുന്നൊന്നുമില്ല. നിങ്ങളെ വീട്ടിലെ പൈപ്പൊക്കെ എത്ര വർഷമായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും.
അതുപോലെ തന്നെ ഇത് വലിയ വലിയ കെട്ടിടങ്ങൾ, അതായത് ഓരോ കെട്ടിടമൊക്കെ കിടന്നു. അപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളിൽ അവിടെയൊക്കെ ഫ്രണ്ടിലിടുന്നില്ലേ, അതേ സാധനമാണ് ഈ സാധനങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സൂപ്പറായിട്ട് വാങ്ങാം, നമ്മൾ സെറ്റായിട്ട് ചെയ്തു തരും, അത് ഗ്യാരണ്ടി. കറണ്ട് പോയിരിക്കുന്നു, എല്ലാവരും വണ്ടി കയറാൻ പോകുന്നു. എൻ്റെ അമ്മ വണ്ടി ഇപ്പോൾ കയറുന്നു. കുറയ്ക്കും അത് പോയി, എന്താണെന്ന് അറിയില്ല ഗൈസ്. നമ്മൾ അങ്ങനെ പോയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ വരുന്നെന്ന് പറഞ്ഞില്ല, സാധനഗിരി കൊണ്ട് അമ്മ വന്നു, അമ്മ കയറുന്നു. കൈ എടുത്തോളൂ. ഇനി അമ്മ ക്യാമറ പിടിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ വീഡിയോ ഇറങ്ങും, ഇന്നത്തെ ദിവസത്തെ വീഡിയോ. അവിടെ ഇടാം. നമ്മളങ്ങനെ പോവുകയാണ്. അമ്മ ക്യാമറ പിടിച്ചിരിക്കുകയാണ്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട്. എൻ്റെ ഇത് കാണിക്കൽ ഇത് കൊടുക്കാൻ പറ്റിയ വൈഡ് ആംഗിളായി. അമ്മ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. വണ്ടി പോയി ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നു ഗൈസ്. എൻ്റെ അമ്മ വേറെ എവിടെ വീഡിയോ എടുക്കുന്നു ഗൈസ്. ഗൈസ് ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളിപ്പോൾ തന്നെ കാണിക്കും. ഇതാണ് സ്ഥലം. ഈ മരണ വീടിനെ അവർ കണ്ടില്ല, കാണാതിങ്ങ് പോകുന്നത്. എന്നിട്ട് ഈ മരണ വീടിനെ അവർ കണ്ടില്ല, റോഡ് സൈഡിലിരിക്കുന്നത്. അതെവിടെയും തിരക്കിയാണ് ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നത്. ഇതും കഴിഞ്ഞാണ് നമ്മളിവിടെ വന്നത്. അത്രയും കണ്ടില്ല. കടയിൽ ഫോട്ടോ അവിടെ നോക്കുന്നു. സാരല്ല, അവനറിയായിരിക്കും നമ്മൾ ഫോട്ടോ. നമ്മൾ പോവുകയാണ്. ബാക്കി ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് വിശേഷ സ്ഥലങ്ങൾ. ആ ക്യാമറ കൂടി എന്നെ കാണാൻ പ്രീതി ചേച്ചിയുടെ അമ്മയാ. പ്രീതി അല്ലല്ലോ, ചാർജർ എല്ലാം പോയി. അതങ്ങ് ബാക്കിൽ ഇടാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്ന. അമ്മയ്ക്ക് അറിയില്ലേ മറ്റേ അവരിങ്ങനെ ഇടാൻ വേണ്ടി അവരിങ്ങോട്ടൊക്കെ കാണിക്കും, അങ്ങോട്ടൊക്കെ. ഇതേ ക്യാമറ ഒന്നും ശരിയല്ല ഞാൻ പിടിച്ചത്. അതേ കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് കാണിക്കും. വണ്ടി ഓടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തോട്ട് വയ്ക്കുക, ബാക്കിലോട്ട് വലിച്ചു പിടിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവരെ വണ്ടിയിൽ സ്ഥലമുണ്ട്, പിന്നെ അവരെ ക്യാമറ ഉപയോഗിക്കുന്നതൊക്കെ വലിയ വലിയ ക്യാമറ. നമ്മൾ സാധാരണ ഫോണ് ക്യാമറ ഉപയോഗിക്കുന്നത് കഴിച്ചു. നമ്മൾ പാവങ്ങളാണ്. നമ്മൾ പാവങ്ങളാണ്. മഴ ആയത് കാരണമാണ് നല്ലോണം കാണാത്തത്. ഒന്നെവിടെ ഇരിക്കുന്നു, നടുക്കാണ്. അതമർത്തിയപ്പോ ഇതാണ് ലോല ചേച്ചിയുടെ വീട്. ഇത് അമ്മൂമ്മ ടീച്ചറിന്റെ വീട്. ലെഫ്റ്റ് സൈഡിൽ ഇത് കാണുന്നത് മതില് കാണുന്നുള്ളൂ. അടുത്തൊരു വാഴത്തോട്ടമായി. ഇതാണ് കൗതാമ്മയുടെ ഇളയ മോന്റെ വീട്. കണ്ടല്ലോ, കൗത ചേച്ചിയുടെ സോറി മാറിപ്പോയി, കൗതാമ്മ എന്ന് പറഞ്ഞു. അവനാണ് കൗതാമ്മ എന്ന് വിളിക്കുന്നത്. ഞങ്ങളെ ബിന്ദു ചേച്ചിയുടെ പശു ഉണ്ടോ, ഈ പശുവാണ് ഞങ്ങൾക്ക് പാല് തരുന്നത്. അതാണ് ബിന്ദു ചേച്ചിയുടെ വീട്. കാണാവോ? കണ്ടുകൂടാ വീട്. ലൈറ്റ് ഒന്ന് ചെറിയ വട്ടം. ഇതാണ് ഞങ്ങളുടെ വഴി. വഴിയല്ല, ഇത് ഒരാളിന്റെ പറമ്പിൽ കൂടെ ഞങ്ങൾ അങ്ങ് പോവുകയാണ് വിശാലമായി. വഴിയാണെങ്കിൽ റോഡെല്ലാം ഒത്തിരി ഡേഞ്ചർ സോണിലായിരിക്കും. അത് കാരണം ഞങ്ങൾ വേറെ വഴി എടുത്തിട്ട് വഴിയല്ല, ഒരാളുടെ പറമ്പിന്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് ഞങ്ങളുടെ യഥാർത്ഥ റോഡാണ്, പക്ഷെ വെട്ടി കഴിഞ്ഞ ഉത്സവത്തിന് എല്ലാം റെഡിയായി. ഈ ഉത്സവത്തിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് വേറൊരു അതാരാ അയാളുടെ വീട് തന്നെ കൂടുതൽ. കുറച്ച് ദൂരം ഉണ്ട് ബാക്കിലോട്ട് പോകാൻ. ഇപ്പൊ നിങ്ങളെ മോൻ കാണുന്നല്ലോ. മോൻ കണ്ടോ? നിങ്ങൾ അങ്ങനല്ലേ തിരിച്ചത്? അതെ. കുഴപ്പമില്ല, നിങ്ങൾ കുഴപ്പമൊന്നും. എൻ്റെ അമ്മ പറഞ്ഞ അമ്മേനെ മോഹൊന്നും വരില്ല, അമ്മ എന്തോ പോലെയാ. ശനായിട്ട് അങ്ങനെ ഇടണ്ട. നീ നേരത്തെ പറഞ്ഞില്ലല്ലോ.
ആ വണ്ടി ഇതാണ് ഞങ്ങളുടെ വീട്. ഗേറ്റ് തുറന്നു വീടിന്റെ ബാക്ക് സൈഡ്. ഗേറ്റ് അച്ഛൻ വന്ന് തുറന്നതാണ്. തുറന്നില്ല, അച്ഛൻ തുറന്നു. നമുക്ക് വീട്ടിന്റെ അകത്ത് കയറാൻ ഗൈസ്. ഇത് മോനുവിന്റെ വീടിന്റെ മതില്. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി ബാക്ക് എടുത്താണ് കയറുന്നത്. വണ്ടികൾ ഉപയോഗിക്കണം. നിങ്ങൾ അച്ഛനെ എവിടെ വെച്ചിരിക്കുന്ന വണ്ടി? ഞാൻ അങ്ങ് ചേർത്തെടുത്തോളാം. മതി. ഇതാണ് ഞങ്ങളുടെ വീട്. അമർത്തിയല്ലേ ആ ഞാൻ അമർത്തിയായിരുന്നു. അമർത്ത് കണ്ട അങ്ങനെ വന്നു. പിന്നെ ഞാൻ ബാക്ക് എടുത്ത് അത് പോയതായിരിക്കും. അങ്ങനെ അച്ചു കുട്ടുന്നത് അവിടെ നിപ്പുണ്ട്. നല്ല വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയായി ഗൈസ്. നല്ല മഴ. അവിടെ ഫാൻ ഇറക്കുകയാണ്. ഉണ്ടോ മഴ ഗാറ്റ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പാണ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എണ്ണയിൽ വെച്ചിരുന്ന നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം. ബൈ.